ആദ്യം നമുക്ക് കേരളത്തിൽ NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകളൊന്ന് നോക്കാം. ഇന്ന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പറഞ്ഞത് കേരളം കയ്യിലെടുക്കും എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിലെടുത്തതുപോലെ, അഹമ്മദാബാദ് നഗരത്തിൽ തുടങ്ങി ഗുജറാത്ത് പിടിച്ചെടുത്തതുപോലെ കേരളം കയ്യിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ സ്വിങ്ങുകൾ എന്നുള്ളത്. 2016 നിയമസഭയിൽ NDAയുടെ വോട്ട് വിഹിതം 14.93%. താരതമ്യേന മെച്ചപ്പെട്ടതാണ്. 10 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ 8% വർധനവാണ് 2016 രേഖപ്പെടുത്തിയത്. 14%-ലേക്ക് ഏറെക്കുറെ അവിടെ തന്നെ ആ ബേസ് നിൽക്കുന്നത് കാണാം. നോക്കൂ, 2016 നിയമസഭയിൽ കിട്ടിയ 14.93% നിന്ന് 2025 തദ്ദേശത്തിലേക്ക് എത്തുമ്പോൾ അതേ നിലയിൽ തന്നെയാണ് BJP നിൽക്കുന്നതെന്ന് കാണാം. 2016 നിയമസഭയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് BJPക്ക് കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. 14.93% 2016, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14.71%. ഇതാണ് ആദ്യത്തെ പോയിന്റ്. നമ്പർ 2, അതിനുശേഷം വന്ന വർധനവ് നമ്മൾ നോക്കിയാൽ 2019 ലോക്സഭയിലേക്ക് വരുമ്പോഴേക്ക് ഒരല്പം എഡ്ജ് ഉണ്ടാവുന്നു. ഓർമ്മിക്കൂ, നരേന്ദ്രമോദി രണ്ടാം ഊഴം തേടി വരുമ്പോഴും കേരളത്തിൽ വലിയ ട്രെൻഡ് ഉണ്ടാവുന്നില്ല. നേരിയ വർധനവ് മാത്രമാണ്. 1% താഴെ വർധനവേ BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. 15.64% 2020 തദ്ദേശമാകുമ്പോഴും ഏകദേശം 15% നിലനിർത്തുന്നുണ്ടെങ്കിലും 2021 നിയമസഭയിലേക്ക് പിണറായി വിജയൻ രണ്ടാം ഊഴം തേടി വരുമ്പോൾ ആ വലിയ ഇടതു കൊടുങ്കാറ്റിൽ 12.47%-ലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. 14 നിന്ന് 12.47%. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഊഴം തേടി നരേന്ദ്രമോദി എത്തുമ്പോൾ, മൂന്നാം ഊഴം തേടി എത്തുമ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വോട്ട് ഷെയറിലേക്ക് മാറുന്നു. 19.4%. അവിടെ നിന്നാണ് തദ്ദേശ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 14.71% കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഗ്രാഫ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഗ്രാഫ് മുകളിലേക്ക് പോകുമോ, ഇതേ നിലയിൽ നിൽക്കുമോ, ഇതേ ആവറേജിൽ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 19%-ലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കണക്കുകൾ കണ്ടു. NDA രണ്ടാമതും ഒന്നാമതും എത്തിയ സീറ്റുകൾ കൂടി പറയണം. 19%-ഓളം NDA വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടാമതെത്തിയ മണ്ഡലങ്ങൾ കൂടി പ്രേക്ഷകർ പറഞ്ഞു പോകണം. നേമത്ത്, വട്ടിയൂർക്കാവിൽ, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ് ഈ മണ്ഡലങ്ങളിൽ 2021 NDA രണ്ടാമതെത്തിയിരുന്നു എന്നത് മനസ്സിലാക്കുക. 2021 എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 10 മണ്ഡലങ്ങളിൽ NDAക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നു. 11 മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത് 5-ൽ താഴെ നിയമസഭാ മണ്ഡലങ്ങളായിട്ട് ചുരുങ്ങുന്നതായിട്ടും കാണാം. ഇതാണ് നിലവിൽ NDAയുടെ വോട്ട് വിഹിതത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. 2021 ഏറ്റവും കുറഞ്ഞ കണക്കിൽ നിന്ന് 12%-ൽ നിന്ന് 2024 19%-ലേക്ക് ഉയർന്ന് വീണ്ടും 2025 തദ്ദേശത്തിലെ 14%-ലേക്ക് താഴ്ന്നു നിൽക്കുന്ന BJPയുടെ ഗ്രാഫ് എങ്ങനെ ഉയരും എന്നുള്ളതാണ് ചോദ്യം. ഇതിന് നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത കേരളമാണോ എന്നുള്ളതാണ്, ഒരു കോൺഗ്രസ് മുക്ത പരിവർത്തനമാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ചോദ്യം. Meet the editors.